ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ നീതൂട്ടിയുടെ എൻഗേജ്മെന്റ് ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ എനിക്ക് ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഹരിയായിട്ടാണ് ഞങ്ങൾ എത്തിയിരുന്നത്. രാവിലത്തെ മേക്കപ്പും കാര്യങ്ങളും കാരണം നമുക്ക് ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റില്ല. സ്റ്റേജ് ഡെക്കറേഷൻ കാരണം അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. എന്നാണ്ടേ നീത് സുന്ദരിയായിട്ട് വന്നിരിപ്പുണ്ട്. ചെക്കന് ഇവിടെ നിൽപ്പുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. കിച്ചു ഇവിടെ ഉണ്ട്. എൻഗേജ്മെന്റ് കഴിയുന്നതിന് മുമ്പ് കുട്ടിയായി. ഞങ്ങളിവിടെ എത്തിയത് കറക്റ്റ് ടൈമായിരുന്നു കേട്ടോ. ഞങ്ങൾ നീതുവിനെ കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റേജിലേക്ക് ചെന്ന് ചടപടേ കാര്യങ്ങൾ കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ റിംഗ് എക്സ്ചേഞ്ച് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ തന്നെ ഞങ്ങൾ ആലോചിച്ചു ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു എന്ന്. അതുകൊണ്ട് ഫസ്റ്റ് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുകയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. സ്റ്റേജ് കാണാനും അവരിയ്ക്കുന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഫോട്ടോ ഒക്കെ സൂപ്പറായിരുന്നു. അങ്ങനെ ഫോട്ടോ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ റിംഗ് എക്സ്ചേഞ്ച് നടക്കുകയാണ്. എല്ലാവരും ഹാപ്പി ആയിട്ട്. ഇവർ രണ്ടുപേരും ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ചാണ് കേട്ടോ. പക്ഷേ അറേഞ്ച് മാരേജ് ആണ്. അപ്പോൾ 2 ക്ലാസ്സിലെയും കുട്ടികളുണ്ട്. അവൻ കൊമേഴ്സും ഇവള് സയൻസും ആയിരുന്നു. അപ്പം ഇത്രയും ഫ്രണ്ട്സ് വരുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റും പിന്നെ ഇവരൊന്നിക്കുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്. മെയിനായിട്ട് നമ്മൾ വർഷങ്ങൾക്ക് ശേഷം കുറേ ആൾക്കാരെ കണ്ടു കേട്ടോ. നമ്മൾ +2 പഠിക്കുന്ന സമയത്ത് കണ്ടവരെയൊക്കെ പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. ഈ കൊമേഴ്സിലൊക്കെ പഠിച്ചവരായിട്ട് നമ്മൾ ഭയങ്കര കമ്പനിയൊന്നുമില്ല. അടുപ്പമുള്ളവരുമായിട്ട് ഇപ്പോഴും കമ്പനിയുണ്ട്. എന്നാലും നമ്മൾ കാണുകയും ചിരിക്കുകയും മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. അങ്ങനെ കുറേ പേരെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ഓടി നടന്ന് സംസാരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ വേറെ ആരെയും ഞാൻ കണ്ടില്ല. ഫുൾ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക്. ഇതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് ഹരി. അവൻ കുറേ വിളിച്ച് എന്നെ ഫോട്ടോ എടുക്കാം. പക്ഷേ ഫസ്റ്റ് കയറിയെന്ന് എടുക്കാൻ എനിക്കൊരു മടിക്കായിരുന്നു. വെച്ചാൽ അവന് നേരത്തെ പോകണം. അവന് വേറൊരു ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ട്. അപ്പോൾ അവന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവുകയാണ്. ഇതാണ് ഞങ്ങളുടെ റസീന ആയിരുന്നു കേട്ടോ. എനിക്ക് പണ്ട് കൂട്ട് റസീനക്ക് 2 കുട്ടികളൊക്കെ ഉണ്ട്. അതിൽ മൂത്ത ആളാണ് കേട്ടോ. പുള്ളിക്കാരി എന്നെ ഇങ്ങനെ ഇവിടെ ഏത് എന്നൊക്കെ പറഞ്ഞ് നോക്കുന്നുണ്ട്. ഇതാണ് ഇല്യാസ്, നമ്മുടെ പാട്ടുകാരൻ ഇല്യാസ്, അൻവർ, അഭിജിത്ത്, സോന. ഇവരെല്ലാവരും എൻ്റെ കൂടെ പഠിച്ചതാണ് കേട്ടോ. ഇവരെയൊക്കെ സോനയൊക്കെ കണ്ടിട്ട് കുറേ നാളായി. അതാണ്ട് അദ്ദേഹത്തെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കുട്ടിയെ കിട്ടി കേട്ടോ. നമ്മുടെ അഞ്ജലിയുടെ കുട്ടിയാണ് കേട്ടോ. അഞ്ജലി ഇവളും കൂടെ പണ്ട് ഭയങ്കര കൂട്ട്. നല്ല രസമാണ് അഞ്ജലിയുടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട്. അതായത് ഞങ്ങളെല്ലാവരും കൊച്ചിനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവളിതോ സ്റ്റേജിൽ ഫോട്ടോ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെ ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ ഇവളുമാരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ആദ്യം പറഞ്ഞു ഞാൻ തുറക്കുന്ന വീഡിയോ ഒന്നും ഇടല്ലേടിയെന്ന്. പക്ഷെ ഞാൻ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. അതിനാണ് ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ വിശപ്പ് ഉണ്ടായിരുന്നില്ല. ഞാൻ ഇഡലിയൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. പക്ഷെ അതുകൊണ്ട് ഞാൻ ഒരുപാട് ചോറൊന്നും കഴിച്ചില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇവന്മാർക്കെല്ലാം ദേഷ്യം വരുന്നുണ്ട്. ഇവളെന്ത് കുറേ നേരമായാലും ഫോണും കൊണ്ട് തൂക്കി പിടിച്ച് നടക്കുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫ്രണ്ട്സ് മാത്രമായി കേട്ടോ. പിന്നെ എല്ലാവരും ഞങ്ങൾ ലാസ്റ്റാണ് ഇരുന്നത്. പിന്നെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. പിന്നെ കുറേ നേരം സംസാരിച്ചിരിക്കുക എന്നുള്ളതാണല്ലോ. പിന്നെ അവൾ അടുത്ത റിലേറ്റീവ്സ്. ഇതാണ് മേഘയുടെ മോള് കേട്ടോ. ആള് പിണങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ സെൽഫി എടുത്തപ്പോൾ അവളെ വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ട്, പക്ഷെ അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ റസീനക്ക് പോകണം. പക്ഷേ ഞങ്ങൾ ഇരിക്കുന്ന പറഞ്ഞാൽ അവൾക്കും ഇരിക്കാൻ തോന്നുന്നുണ്ട്. അതിനിടയ്ക്ക് അഞ്ജലിയുടെ കുഞ്ഞ് കരയുന്നുണ്ട് കേട്ടോ. പണ്ട് അഞ്ജലി ഭയങ്കര കരച്ചിലായിരുന്നു +2 പഠിക്കുമ്പോൾ. ഇപ്പോൾ അവളുടെ മോൻ കരയുമ്പോൾ ഞങ്ങൾ ചിരിക്കുക. അവളെ കൊച്ചിനെ ആശ്വസിപ്പിക്കാൻ നടക്കുന്നത്. പണ്ട് ഇവളെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതാണ്ട് അവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതാണ്ട് അഭിരാമി ഇറങ്ങി കുറേ ഫോട്ടോസൊക്കെ എടുത്ത്. എനിക്കും കുറേ ഫോട്ടോസൊക്കെ കിട്ടിയിട്ടോ. എല്ലാവരും നല്ല ചൂടൊക്കെ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടെങ്കിലും എല്ലാവരെയും കണ്ടതിൻ്റെ ഒരു സന്തോഷമാണ്. എല്ലാവർക്കും കുറേ കഥകളൊക്കെ പറയാനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നീതു ഒന്ന് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നുകൂടെ ഒന്ന് വാ. അങ്ങനെ നടന്നു വരികയാണ് കേട്ടോ. ഭയങ്കര അഭിനയമാണ് ഈ അഭിനയിച്ച് തകർക്കുന്നത്. ഭയങ്കര പോസൊക്കെയാണ് ഇടുന്നത്. ഈ വ്ളോഗ് കാണുമ്പോൾ കോമഡി ആവും കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനാണെന്ന് പറഞ്ഞാൽ നിന്നത് കേട്ടോ. പിന്നെയാണ് എല്ലാവർക്കും മനസ്സിലായ വീഡിയോ ആണെന്നുള്ളത്. ഇവനാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഫോട്ടോ എടുത്തിരുന്നത്. അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്തായാലും വ്ളോഗിന് ലാസ്റ്റ് ഈ ഫോട്ടോസൊക്കെ ആഡ് ചെയ്യാം. അങ്ങനെ അവിടെ നീതുവിൻ്റെ ചാറ്റയൊക്കെ പറഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. ഇവിടെ നിന്ന് ഒരു 4 വീടിനപ്പുറമാണ് എൻ്റെ വീട്. ഇങ്ങോട്ട് വന്നത് ഹരിയിലൂടെ ആയിരുന്നു കേട്ടോ. അങ്ങനെ തിരിച്ച് ഓജയിലൂടെ കയറിപ്പോയി. ഇതൊക്കെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും പ്ലാൻ ചെയ്ത് വൈകിട്ട് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പുറത്തു പോകാൻ തീരുമാനിച്ചു. അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ ദിവസമേ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവളും കുറേ നാളായി കൊല്ലത്തേക്കൊക്കെ ഇങ്ങനെ കറങ്ങാനൊക്കെ ഇറങ്ങിയിട്ട്. അങ്ങനെ അവളെയും വിളിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി അഡ്വഞ്ചർ പാർക്കിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇല്യാസും അഭിലാഷും അൻവറും ഒക്കെ ഉണ്ട്. ഇവരെയൊക്കെ കണ്ടിട്ട് ഞാൻ കുറേ നാളായി കേട്ടോ. ഇല്യാസ് ഇപ്പോൾ കുറേ നാൾ കൂടിയാണ് നാട്ടിൽ വന്നിരിക്കുന്നത്. അവിടെ ചെന്നപ്പോൾ കുറേ ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ പിള്ളേർ ഇത് കളിക്കുന്നത് കണ്ടിട്ട് ഇവന്മാർക്ക് ഭയങ്കര അസൂയാണ്. അതുകൊണ്ട് പോയി കുത്തി പൊട്ടിക്കണം, നൈസായിട്ട് പിന്നുമായിട്ട് പോവാം. അങ്ങനെയൊക്കെ ഡയലോഗ് അടിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. നോക്കി പതുങ്ങി നിൽക്കുന്നത് അതാണ്. അപ്പം ഞാൻ പറയും ഈ വ്ളോഗിലൂടെ നീ വൈറലാവുമെന്ന്. അപ്പോൾ പറയും ഈ പെണ്ണിനെ കൊണ്ട് തോറ്റി ഈ ഫോണൊന്ന് മാറ്റി വെക്കാമെന്ന്. അതിൻ്റെ ഇടയ്ക്ക് അവൾ ഊഞ്ഞാലാടാനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഭയങ്കര കാറ്റായിരുന്നു. ഫുള്ള് ഫാമിലീസ് കുറേ പേരുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറേ ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളതൊക്കെ കുറേ നടന്ന് മണത്തപ്പോൾ ഞങ്ങളങ്ങ് ഇരുന്നു കേട്ടോ. അവിടെ അവസാനം അവിടെ ഇരിപ്പായി. ഇവർ എന്തൊക്കെയോ കഥകളും നുണകൾ പറയുകയാണ്. പണ്ടത്തെ കഥകളും പിന്നെ പണ്ട് അലമ്പ് കാണിച്ചതും അതും ഇതൊക്കെ പറയണം. അവസാനം അവിടെ നിന്ന് ബോറടിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിച്ച് എന്നാൽ പിന്നെ പോയേക്കാന്ന്. ഇല്യാസ് ഞങ്ങളെ അവിടെ ഒന്ന് പോസ്റ്റ് ആക്കി കേട്ടോ കുറച്ച് നേരം. അവനെ കാത്താണ് ഞങ്ങൾ കുറേ നേരം അവിടെ
ഇരുന്നത്. പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യാനൊന്നും ഇല്ലല്ലോ. പിന്നെ എല്ലാവരും വായി നോക്കി ഇരിക്കുക, അത് തന്നെ. പിന്നെ ഞങ്ങൾ ഈ ഫോൺ നോക്കി എന്തൊക്കെയോ പറയുകയാണ്, കാര്യമായിട്ട് എന്തൊക്കെയോ പറയുന്നത്, എല്ലാം കുറേ നുണയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ ഇറങ്ങുകയാണ്. ഈ സംഭവത്തിൽ കുഞ്ഞിൽ ഞാൻ കയറാൻ കുറേ ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ. കുഞ്ഞിലേക്ക് കയറിയിട്ടുണ്ട്, പക്ഷെ ഇപ്പം കയറാൻ പറ്റില്ലല്ലോ, അങ്ങോട്ട് ചെന്ന് അവർ ഒട്ടിച്ചിടും. പിന്നെ ഇറങ്ങാൻ നിന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു നമുക്ക് എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, ഊഞ്ഞാലൊക്കെ ആടിയിട്ട് വന്നു. അവൾ ഊഞ്ഞാൽ ആടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒരു ഊഞ്ഞാൽ പോലും ഒഴിൽ കുറേ നേരം നോക്കി നിന്നാണ് കേട്ടോ ഓരോ ഊഞ്ഞാലൊക്കെ കണ്ടുപിടിച്ച് പോയിരുന്ന് ആടിയത്. അവസാനം ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ഊഞ്ഞാൽ ഒഴിഞ്ഞു കണ്ടപ്പോൾ ഞാൻ അവിടെ കയറിയുന്ന ഊഞ്ഞാലാടി. അവൾ കുറച്ച് നേരം ഫോൺ ചെയ്ത് നിന്നിട്ടില്ല. അവന്മാരൊക്കെ അവിടെ ഞങ്ങളെ കാത്ത് പോസ്റ്റ് അടിച്ച് നിൽക്കുകയാണ്, അതൊന്നും ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. അങ്ങനെ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, അവൾ പറഞ്ഞതിനും ഫോണിൽ പറയുന്നതിനും എന്തൊക്കെയോ മറുപടി പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇല്യാസ് പുറത്ത് നിൽപ്പുണ്ട്. അപ്പോൾ അവർക്ക് വേറെ പ്ലാൻ ഉണ്ടായിരുന്നു, നേരെ തിരുമുല്ലാവരം ബീച്ചിലേക്ക് വന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ തങ്കശ്ശേരി പോയായിരുന്നു. അപ്പോൾ പുലിമുട്ടൊക്കെ അടച്ചേക്കുവാണ്, ക്ലോസ് ആണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്നാൽ പിന്നെ തിരുമുല്ലാവരം വരാതെ. അങ്ങനെ ഇവിടെ വന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ കടലിലേക്ക് പോകാണ് കേട്ടോ. നല്ല വ്യൂ ആയിരുന്നു. ഒരു 4:30-5 മണി സമയമല്ലേ, അപ്പോൾ പിന്നെ പറയണ്ടല്ലോ, നല്ല രസമാണ്. വെയിലും ഇല്ല. ഇപ്പുറത്ത് കുളമാണ് കേട്ടോ. ഞാനിവിടെ ബലിയിടാൻ വരാറുണ്ട്, ഇവിടെ നമ്മുടെ ഈ കടലിലാണ് ബലിയിടാൻ വരാറുള്ളത്. അപ്പോൾ ഇവിടെ ഇറങ്ങാറുണ്ട്. പക്ഷെ അപ്പുറത്തെ സൈഡ് ഞാൻ ഇന്നേ വരെ പോയിട്ടില്ല, ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോയിട്ടില്ല. അങ്ങനെ അങ്ങോട്ടേക്ക് പോകാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഫസ്റ്റ് ടൈം തന്നെ ആയതുകൊണ്ട് ഭയങ്കര രസം തോന്നി. എനിക്ക് തിരുമുല്ലാവരം എന്ന് പറഞ്ഞപ്പോൾ അത്ര ഇത് തോന്നിയില്ല, കാരണം വെച്ചാൽ അപ്പുറത്തെ സൈഡ് ഞാൻ വന്നിട്ടുണ്ട്, പക്ഷേ ഇപ്പുറത്തെ സൈഡ് വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ എന്തൊക്കെയോ കാര്യം പറഞ്ഞ് പോവുകയാണ്. കടൽ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. വെട്ടം ഇങ്ങനെ ആ സൺലൈറ്റ് ഇങ്ങനെ റിഫ്ലക്ഷൻ അടിക്കുമ്പോൾ കടലിലേക്ക് കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇത് താജ് ഹോട്ടലാണ് കേട്ടോ. അതിൻ്റെ പണി ഇതുവരെയും കഴിഞ്ഞിട്ടില്ല, കുറേ റൂംസ് ഉണ്ട്. അങ്ങനെ ദാണ്ട് ഇവിടെ വന്നപ്പോൾ കുറേ ഫാമിലിയൊക്കെ ഇറങ്ങുന്നുണ്ട്, കുട്ടികളൊക്കെ കടലിന് കുറച്ച് അകത്തേക്കൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് നടന്നൊക്കെ പോകുന്നുണ്ട്, പക്ഷെ അത് കാണുമ്പോൾ എനിക്ക് ചെറിയ പേടി വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഫോട്ടോഷൂട്ടിലേക്കൊക്കെ പോയിട്ടോ, കുറേ ഫോട്ടോസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിലായിട്ട് ഓരോന്നോരോന്ന് ഇടുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ലാസ്റ്റ് എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോസും ഇവിടെ എടുത്ത ഫോട്ടോസും എല്ലാം കൂടെ ഒരു സോങ്ങൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലാസ്റ്റ് വരെ നിങ്ങൾ കാണാൻ മറക്കണ്ട. അപ്പോൾ കടല് കാണാൻ ഭയങ്കര രസമാണ്. കൊല്ലത്തുള്ളവർ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ എന്തായാലും പറയട്ടെ, വൈകിട്ട് വരാനാണ് സൂപ്പർ. പിന്നെ ഇവന്മാരെ പിടിച്ചെടുത്ത് ഞാൻ കുറേ വീഡിയോസൊക്കെ എടുപ്പിച്ചു കേട്ടോ. അവന്മാർ അവസാനം എൻ്റെ കൂടെ അങ്ങ് അഡ്ജസ്റ്റ് ആയി. ഇനി സഹിച്ചേ പറ്റൂന്ന് മതിയായപ്പം പിന്നെ എൻ്റെ കൂടെ നിൽക്കാൻ തുടങ്ങി. ഞങ്ങൾ വേഗം പോകാമെന്നും പറഞ്ഞ് വന്നവരാണ്, പക്ഷെ നിന്ന് സമയം പോയതറിയില്ല. കാരണം അവിടെ നിൽക്കാൻ ഭയങ്കര രസമായിരുന്നു. അതുപോലെ ഫോട്ടോസ് വീഡിയോസ് എടുക്കാൻ എന്ത് അടിപൊളിയായിരുന്നു വെച്ചാൽ നല്ല ലൈറ്റിംഗ് ആയിരുന്നു. അതാണ്ട് ഇവിടെ വെക്കണ്ടോ ഫോട്ടോ എടുപ്പ് തന്നെ. ഞങ്ങൾ യഥാർത്ഥത്തിൽ സേവ് ദ ഡേറ്റിനും അതിനും ഇതിനൊക്കെ വന്നാണ്. കാരണം ഫുള്ള് ഫോൺ എടുത്ത് ഫോട്ടോയും വീഡിയോസും എടുത്തുകൊണ്ട് തന്നെ ഇരിക്കാൻ നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഞങ്ങൾ കാല് നനയ്ക്കാനായിട്ട് ഇറങ്ങിയിട്ട് ആദ്യമേ നനയ്ക്കേണ്ടെന്ന് വെച്ചിരുന്നു, പക്ഷെ കടല് കണ്ടപ്പോഴത്തേക്ക് ഇറങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ. നേരെ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോവാണ് കേട്ടോ. ഇനി ഞങ്ങൾക്കൊരു കല്യാണം കൂടിയുണ്ട്, എൻ്റെ ഫ്രണ്ടുമാണ്, എൻ്റെ റിലേറ്റീവാണ്. അപ്പം എനിക്ക് അവിടെ പോകണം, താമസിച്ചു, വീടിച്ചെല്ലാം എന്തായാലും ചുറ്റുവള്ളി ഉറപ്പാണ്. അങ്ങനെ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോവാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ. തങ്കത്തിങ്കൾ കിളിയായി കുറുകാൻ താരത്തൂവൽ മിനയാം നനയാം നീരാടിയാടും നിറസന്ധ്യയിൽ. തങ്കത്തിങ്കൾ കിളിയായി കുറുകാൻ താരത്തൂവൽ മിനയാം നനയാം